അത് ഈ ശബരിമലയിലേക്കാണ്. കാരണം ശബരിമലയിൽ അനിയന്ത്രിതമായ തിരക്കായിരുന്നല്ലേ കഴിഞ്ഞ ദിവസം, വലിയ തിരക്കായിരുന്നു, നല്ല തിരക്ക്. അപ്പോൾ ആളുകളൊക്കെ മണിക്കൂറുകളോളം ക്യൂ, 4-5 മണിക്കൂർ ക്യൂ നിന്നു. കുഞ്ഞുങ്ങളടക്കം കലങ്ങിയ കണ്ണൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. പലരും കുഴഞ്ഞു വീണു. പിന്നീട് ഒരു വിധത്തിൽ അതിനെയൊക്കെ തിരക്കൊക്കെ നിയന്ത്രിച്ചു, സ്പോട്ട് ബുക്കിംഗ് ഒക്കെ നിയന്ത്രിച്ചു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ സമാധാനപരമായി. അപ്പോൾ നമുക്ക് ഈ മണിക്കൂറിൽ എങ്ങനെയാണ് ശബരിമലയിലെ കാഴ്ചകൾ എന്നുകൂടി നോക്കാം. ഇന്നിപ്പോൾ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഭക്തജനപ്രവാഹം നിയന്ത്രിക്കാൻ വേണ്ടി സ്പോട്ട് ബുക്കിംഗ് ഞാൻ പറഞ്ഞ പോലെ 20,000 ചുരുക്കി. കൂടുതലായി എത്തുന്ന ഭക്തർക്ക് അടുത്ത ദിവസം ദർശനം നടത്താൻ നിലയ്ക്കലിൽ താമസ സൗകര്യം ഒരുക്കും. നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ടോക്കൺ ഉള്ളവരെ മാത്രമാകും കടത്തിവിടുക. തിരക്ക് നിയന്ത്രിക്കാൻ 32 പേരുടെ NDRF സംഘം സന്നിധാനത്തേക്കുണ്ട്. ഇപ്പോൾ സരീഷ് സന്നിധാനത്തിന് തത്സമയം നമുക്കിപ്പം ചേരുന്നുണ്ട്. സരീഷ്, ശബരിമലയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ഇന്ന് പുലർച്ചെ ഇപ്പം കാണുന്നത് സാധാരണ മണ്ഡലകാലത്തിനൊക്കെ സമാനമായ കാഴ്ചകൾ മാത്രമാണ്. പക്ഷേ ഇന്നലെ ഞാനും സരീഷും രാവിലെ ഹലോ മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ട് സംസാരിക്കുമ്പോൾ ഇതായിരുന്നില്ല സ്ഥിതി. വലിയ തിരക്കുന്നുണ്ടെന്ന് സരീഷ് പറഞ്ഞിരുന്നു. പിന്നീട് വൈകുന്നേരം എത്തുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുകയാണ്. പലരും കുഴഞ്ഞു വീഴുന്നു, തിരക്ക് അനിയന്ത്രിതമാകുന്നു. ഈ അങ്ങനത്തെ അവസ്ഥ 4, 5, 6 മണിക്കൂറൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. പക്ഷേ ഇപ്പം ആ സാഹചര്യമൊക്കെ അങ്ങ് മാറിയല്ലേ? നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇപ്പോഴും ആളുകളുടെ ഒഴുക്ക് ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് സോപാനത്തിന് മുകളിലുള്ള ഫ്ലൈ ഓവറുമാണ്. ഒരുപക്ഷെ നേരത്തെ നമ്മൾ സംസാരിച്ചതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ ഫ്ലൈ ഓവറിൽ പോലും ഈ ഭക്തന്മാരുടെ എണ്ണത്തിൽ വർധനവ് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നിലയ്ക്കലിൽ കുറച്ചുകൂടി പരിശോധന കാര്യക്ഷമമാക്കുകയും വേഗത്തിൽ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുന്നതിന് കാരണം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഉൾപ്പെടെ വലിയ രീതിയിൽ മഴ പമ്പയിലും അതോടൊപ്പം തന്നെ സന്നിധാനത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മല കയറുന്നതിന് ചില ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് തന്നെ രാത്രി കൂടുതലായി ആളുകൾ മല കയറാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ രാവിലെയുള്ള തിരക്ക് കുറവിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ ആ തിരക്ക് വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒഴുക്ക് ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നിലയ്ക്കലിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും ആളുകളെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് സ്പോട്ട് ബുക്കിങ്ങുമായി എത്തുന്ന ആളുകളുടെ എണ്ണമാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 20,000 എന്നുള്ളത് ഒരു സീലിംഗായി വെച്ചിരുന്നെങ്കിൽ പോലും എത്തുന്ന ആളുകളെ ആ സമയം തന്നെ കയറ്റിവിടുക എന്നൊരു തീരുമാനം ദേവസ്വം ബോർഡിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ആളുകളെ അത്രത്തോളം കയറ്റിവിട്ടതിന്റെ ഭാഗമായി സോപാനത്തിന് താഴെ, അതായത് സന്നിധാനത്തിനും 18-ാം പടിക്കും താഴെയായി വലിയ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവരാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഇപ്പം തന്നെ അവിടെ പമ്പയിൽ മാത്രമല്ല സ്പോട്ട് ബുക്കിംഗ് നിലയ്ക്കലിലും എരുമേലിയിലും വണ്ടിപ്പെരിയാർ ഉൾപ്പെടെയുള്ള പുല്ലുമേടിലും ഒക്കെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാം കൂടി 20,000 പേർക്ക് മാത്രം കൊടുത്താൽ മതി. ശേഷിക്കുന്ന ആളുകൾക്ക് അടുത്ത ദിവസത്തെ ടോക്കൺ മാത്രം നൽകിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട്. അത് കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയാൽ ഒരുപക്ഷെ ഈ ദർശനം സുഗമമാക്കാനാകും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ NDRF സംഘം കൂടി എത്തുന്നുണ്ട്. നിലവിൽ 32 പേരുടെ NDRF സംഘം സന്നിധാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി കൂടുതൽ സംഘം ചെന്നൈയിൽ നിന്നും അവർ ഇന്ന് രാവിലെ പുറപ്പെട്ടിട്ടുണ്ട്. വൈകിട്ടോടെ അവരിങ്ങോട്ടേക്ക് എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ മുതൽ 70 അംഗ സംഘം NDRFിന്റെ 70 അംഗ സംഘം സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകും. അവർ കൂടി എത്തുന്നതോടെ കൂടുതൽ കാര്യക്ഷമമായി എളുപ്പത്തിൽ ഈ ഭക്തരെ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പടിയിൽ ഓക്കെ, ശരി. അപ്പോൾ സരീഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ശബരിമലയിൽ ഈ പറഞ്ഞ പോലെ തിരക്കിന് നമ്മൾ 6:30 സംസാരിക്കുന്ന സമയത്ത് തിരക്ക് അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഫ്ലൈ ഓവറിലൊക്കെ കുറച്ചധികം തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ മകരവിളക്ക് കാലത്ത് ഭക്തരുടെ എണ്ണം
ഭയങ്കരമായിട്ടും വരുന്നുണ്ട്. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണമൊക്കെ നിയന്ത്രിച്ചുവെങ്കിൽ പോലും ഈ തിരക്കിപ്പോൾ വീണ്ടും രാവിലെ കൂടുന്നുണ്ട്. അപ്പം ഈ ഇന്നലത്തെ പോലത്തെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടാകില്ല. നന്നായിട്ട് തന്നെ അവർക്ക് ദർശനമൊക്കെ നടത്തി മടങ്ങാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സുരക്ഷ നന്നായിട്ടുണ്ട്. മാത്രമല്ല NDRFിൻ്റെ കുറച്ച് സംഘമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. ഇപ്പോൾ